Hi everyone, welcome to our class. Today, let's go to the next chapter. It's a very inspiring speech by our former president, Sri APJ Abdul Kalam. He was the 11th president of India. I think he is a man who needs no introduction for most people in our country. He was a powerhouse of inspiration for all, especially school children. He is known as the Missile Man of India. He ignited the spirit of the entire nation to perform the best and move forward. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. ഇൻസ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രചോദിപ്പിക്കുക, നമുക്കൊന്നും കൂടെ ശക്തി പകരുക, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ആ സ്വപ്നങ്ങളെ ഒന്നും കൂടെ ആഴത്തിലാക്കി അതിലെത്തിച്ചേരാൻ വേണ്ടുന്ന ഒരു കരുത്ത് നൽകുക. അതാണ് ഇൻസ്പയറിങ്. അപ്പോൾ ഈ സ്പീച്ച് നമ്മുടെ മുൻ പ്രസിഡൻറ്റിൻ്റേതാണ്, ശ്രീ APJ അബ്ദുൽ കലാം. നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകൾ പലതും ഓഡിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയും ഇദ്ദേഹത്തിൻ്റെ ഓഡിയൻസായിട്ട് വന്നിരിക്കുന്നത് കുട്ടികൾ തന്നെയാണ്, ബഹുഭൂരിപക്ഷവും കുട്ടികൾ. അതിനോടൊപ്പം കുറച്ച് ടീച്ചേഴ്സും പേരൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയും കുട്ടികളെയാണ് ഇദ്ദേഹം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. സ്പീച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു 4 ലൈൻസാണ് അദ്ദേഹം പറയുന്നത്. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, മേക്ക് നോ ഡിഫറൻസ് ഹു ഐ ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. എത്ര പവർഫുള്ളാണ്, എത്ര മീനിങ് ഫുള്ളാണ് 4 ലൈൻസ്. ബാക്കി സ്പീച്ചിനെ മുഴുവനുള്ള കാര്യങ്ങളും എന്തിലുണ്ട്? ഈ 4 ലൈൻസിലുണ്ട്. ഈ 4 ലൈൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റൂ. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, മേക്ക് നോ ഡിഫറൻസ് ഹു ഐ ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. അവിടെ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ അംബീഷൻ, AMBITI അംബീഷൻ, അല്ലെ നമ്മൾ ഗോള്, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം. മേക്ക് നോ ഡിഫറൻസ് ഹു ഐ ആം, ഞാൻ ആരാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ Xോ Yോ Zോ ആരുമായിക്കോട്ടെ, എൻ്റെ ഗോള് ഉറച്ച ഒരു സ്വപ്നമാണെങ്കിൽ അല്ലെ ലക്ഷ്യമാണെങ്കിൽ, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ്, എൻ്റെ ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷാണ്. എന്താണോ എൻ്റെ ഹൃദയം, എന്തിനു വേണ്ടിയിട്ടാണോ എൻ്റെ ഹൃദയം തുടിക്കുന്നത്, ഏതാണോ എൻ്റെ ലക്ഷ്യം, തീർച്ചയായിട്ടും അത് എന്നിൽ വന്നു ചേർന്നിരിക്കും. വിൽ കം ടു മീ, എന്നിൽ വന്നു ചേർന്നിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അതായി തീർന്നിരിക്കും. അതാണ്. അപ്പം നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ഉറച്ചതായിരിക്കണം. നമ്മുടെ ഹൃദയം ഇടുപ്പായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അത്ര ഉറച്ചതായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതായി തീർന്നിരിക്കും. വേറെ ഒരാളാകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞനാവണം എന്നാണ് നമ്മളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം അല്ലെങ്കിൽ ആ സ്വപ്നം ഒരു ഉറപ്പുള്ള സ്വപ്നമാണെങ്കിൽ അതല്ലാതെ വേറെ ഒന്നും നമുക്കായി തീരാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്, നമ്മൾ ആരാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കും. ആ 4 ലൈൻ നിങ്ങൾ എവിടെയും നമുക്ക് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കോട്ട് ചെയ്യാൻ പറ്റുന്നൊരു 4 ലൈനുമാണ്. അതിനേക്കാൾ ഉപരി ഇനി കോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും ഒരു എനർജി പകരുന്ന ഒരു 4 ലൈനാണിത്. അപ്പോൾ പഠിച്ചേ പറ്റൂ. ഡിയർ ഫ്രണ്ട്സ്, അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിക്കേ. ഡിയർ ഫ്രണ്ട്സ്, കുട്ടികളാണ് ഓഡിയൻസ്, എൻ്റെ കൂട്ടുകാരെ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. ഞാൻ തിരിച്ചറിയുന്നു, എന്തറിയുന്നു? The contributions of the youth in the past. കഴിഞ്ഞ തലമുറയിലെ ചെറുപ്പക്കാരുടെ നാടിന് വേണ്ടിയിട്ടുള്ള സംഭാവനകളെ ഞാൻ തിരിച്ചറിയുന്നു. എന്ന് പറഞ്ഞാൽ പല രംഗത്ത്, പല മേഖലകളിലും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തലമുറയിലെ ഇതുപോലെ ഉറച്ച സ്വപ്നങ്ങൾ, ഉറച്ച ലക്ഷ്യബോധമുള്ള ചെറുപ്പക്കാരുടെ, കരുത്തുറ്റ ചെറുപ്പക്കാരുടെ സമർപ്പണമാണ്
ഇന്ന് നമ്മളുടെ ഈ കാണുന്ന ലോകത്തെമ്പാടും കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ കഴിഞ്ഞ തലമുറയിലെ ചെറുപ്പക്കാരുടെ സംഭാവനകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള വേർഡ് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള മീനിങ്ങിലേക്ക് പോകണം. അവരുടെ സമർപ്പണം, അതാണ് നാടിന് വേണ്ടിയിട്ടുള്ള സമർപ്പണം. അതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന വികസനങ്ങളെല്ലാം. ഐ വുഡ് ലൈക്ക് ടു അക്സെപ്റ്റ് ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. ഉണ്ടോ? നോ നീഡ് ടു ഫിയർ. ഐ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് തർപ്പിച്ച് പറയാണ്. നോ നീഡ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ ഭാവിയെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. വൈ? ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. അണ്ടർലൈൻ ചെയ്യണം. ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വിഭവം. അപ്പം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് നിങ്ങളല്ലാത്തത് കേട്ടിട്ടുണ്ട്. ലൈറ്റ്, അല്ലെങ്കിൽ പിന്നെ വിൻഡ്, പിന്നെ വാട്ടർ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്താണ്. അതായത് ലക്ഷ്യബോധത്തിലേക്ക് കുതിക്കാൻ വെമ്പുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുള്ളപ്പം എന്തിനാണ് നാളെയെക്കുറിച്ച് നമ്മൾ ഭയക്കേണ്ട ആവശ്യം? അവരല്ലേ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അണ്ടർ ദ എർത്ത് ആൻഡ് എബവ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് അപ്പുറത്തേക്കൊരു വിശേഷണവും ഇല്ല. ഒരു നാടിൻ്റെ കരുത്ത്, ഒരു നാടിൻ്റെ ശക്തി എന്താണ് ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്? ആ നാട്ടിലെ കരുത്തുറ്റ അല്ലെങ്കിൽ ലക്ഷ്യമുള്ള ഉറച്ച ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പ്രയാണം ചെയ്യുന്ന ചെറുപ്പക്കാരുള്ള ഒരു നാട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഡിയർ യങ് ഫ്രണ്ട്സ്, പിന്നെ അദ്ദേഹം പറയുകയാണ്, യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. അതെപ്പോഴും നിങ്ങൾ ഓർമ്മിക്കണം. എന്താണ് ഐ ആം ബോൺ വിത്ത് വിങ്സ്? ആ വിങ്സ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ വിങ്സ് എന്താണെന്ന് പിന്നീട് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പം നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരാം. ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ സ്കൂൾ ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ, വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. The mission of Shastrayan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers, and civil servants. This action would in turn empower about 2,000 families of the village. My inaugural address to a mixed audience consisting of 5,000 students and their family members was on the topic Science Empowers the Nation. ഇപ്പോൾ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം ഞാനൊരു കൂട്ടം കുട്ടികളെ ഞാൻ ഇതുപോലെ അഡ്രസ്സ് ചെയ്തു. ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ നോർത്ത് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ സംഭവം നടന്നത്. ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ. അപ്പം പ്രോഗ്രാം ശാസ്ത്രയാനാണ്. ശാസ്ത്രയാൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പഗേഷൻ ഓഫ് സയൻസ്, സയൻസിൻ്റെ ഒരു പ്രചരണാർത്ഥം, അല്ലെങ്കിൽ സയൻസ് നമ്മുടെ വികസനത്തിൻ്റെ, നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ടത്, അതായിരുന്നു എൻ്റെ ടോപ്പിക്ക്. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. അപ്പോൾ അവിടെ അന്ന് കൂടിയിരുന്ന ഓഡിയൻസിൽ, അല്ലെങ്കിൽ ഈ സയൻസിൻ്റെ പ്രോപ്പഗേഷന് വേണ്ടി വന്നിരുന്ന ആ ഓഡിയൻസിൽ ഏതാണ്ട് 2000-ഓളം കുട്ടികളുണ്ടായിരുന്നു. ഈ 2000-ഓളം കുട്ടികളെന്ന് പറഞ്ഞാൽ പല സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത അതാണ്. ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു സ്പീച്ച് നടത്തുകയാണെങ്കിൽ പല സ്കൂളിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടെ. അപ്പോൾ എല്ലാ സ്കൂളിലും അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കും. അതാണ് അതിൻ്റെ പർപ്പസ്. അപ്പോൾ ഇത് ഈ 2,000 സ്റ്റുഡൻസ് എന്ന് പറയുമ്പം ചിലർക്ക് എഞ്ചിനീയർ എന്നുള്ള സ്വപ്നം കൊണ്ട് നടക്കുന്നവരുണ്ട്, ചില ഡോക്ടേഴ്സ് എന്നുള്ള സ്വപ്നമുള്ളവരുണ്ട്, ചില സയൻറ്റിസ്റ്റോ, പല സ്വപ്നങ്ങളെ കൊണ്ട് നടക്കുന്ന കുട്ടികളാണ് അവർ. അപ്പോൾ ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ എബൌട്ട് 2,000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. എംപവർ ചെയ്യുന്നുള്ള ശാക്തീകരിക്കുക.
അപ്പോൾ 2000 കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 2000 കുടുംബങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കും. അപ്പോൾ അതുകൊണ്ട് എംപവറിങ് 2000 ഫാമിലീസ് ഓഫ് ദാറ്റ് വില്ലേജ് consisting of 5,000 students and their family members was on the topic Science Empowers the Nation. അപ്പോൾ എൻ്റെ ടോപ്പിക് അന്ന് ഇതാണ്, ശാസ്ത്രം രാജ്യത്തെ ശാക്തീകരിക്കുന്നു. അതാണ് എൻ്റെ ടോപ്പിക്ക്. അപ്പം സയൻസ്, ശാസ്ത്രം അല്ലേ, സയൻസ് എംപവർ ചെയ്യുക. നിങ്ങൾ ഇനി അങ്ങോട്ട് എപ്പോഴും കേൾക്കുന്നൊരു വേർഡാണ് എംപവർ. അപ്പോൾ എംപവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ശക്തിപ്പെടുത്തുക, കൂടുതൽ ബലപ്പെടുത്തുക, കൂടുതൽ കരുത്ത് ഏകുക. അപ്പോൾ അതൊക്കെയാണ് ഈ മീനിങ്. അപ്പോൾ സയൻസ് നമ്മുടെ രാജ്യത്തെ ശാക്തീകരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ടോപ്പിക്ക്. അപ്പം മൈ ഇനോഗ്രൽ അഡ്രസ് ടു എ മിക്സഡ് ഓഡിയൻസ് എന്ന് പറയാൻ കാരണം 2000-ഓളം കുട്ടികളുണ്ട്. പിന്നെ ആ കുട്ടികളാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും, അവിടെ പേരൻസ് ഉണ്ടാവും, മറ്റുദ്യോഗസ്ഥരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കാൻ താല്പര്യമുള്ളവരും കാണും. അപ്പോൾ എല്ലാം കൂടെ ഏതാണ്ട് 5,000. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 5,000 സ്റ്റുഡൻസ് അല്ല, 5,000 മെമ്പേഴ്സ് ടോട്ടൽ. After my address, hundreds of hands were raised for asking questions. Due to the limited availability of time, I selected 12 students at random from the last row to the first to ask questions. I would like to share with you one question of great concern which was asked by a student. സാധാരണ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, അല്ലെ സ്പീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കുട്ടികളാണ് ഓഡിയൻസ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ചില സംശയ നിവാരണങ്ങൾ ശാസ്ത്രത്തെക്കുറിച്ചായിരിക്കും മിക്കവാറും ചോദിക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ പെട്ടെന്നൊരു 10, 12 അല്ലെങ്കിൽ 15 കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്കുള്ള സംശയങ്ങളാണ് ഇദ്ദേഹം സംശയ നിവാരണം നടത്തി കൊടുക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം ഐ സെലക്റ്റഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ഫ്രം ദ ലാസ്റ്റ് റോ ടു ദ ഫസ്റ്റ്. അപ്പം പുറകിൽ നിന്ന് തൊട്ടിട്ട് ഫസ്റ്റിലേക്ക് വരെ എന്ത് ചെയ്തു, ഞാൻ ഒരു 12 പേരെ പെട്ടെന്ന് അങ്ങോട്ട് സെലക്ട് ചെയ്തു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡൻറ്റ്. എന്നെ അവിടെ എനിക്കൊരു പെട്ടെന്നൊരു എന്നെ ഒരു ആശങ്കപ്പെടുത്തിയത് ഒരു കുട്ടിയുടെ ഒരു ചോദ്യമാണ്. അവിടെ സാധാരണ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കുട്ടിയുടെ ഒരു ചോദ്യം അവിടെ എനിക്ക് കിട്ടി. അപ്പം ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ നമുക്കറിയാം, ഒരു അഡോളസൻസ്, അതായത് 13 തൊട്ട് 19 വയസ്സ് വരെയുള്ളവർ. ടീനേജർ ഹു ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. ഹി വാസ് നെർവസ് ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. അതും ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. ഹി വാസ് നെർവസ്, അവനൊരു എന്താ പറയുക, ഒരു നെർവസ്നെസ്, ഒരു ഭയം പോലെ, ഒരു പരിഭ്രമം പോലെ. ആൻഡ് ഓൾസോ എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി യൂത്ത് ഓഫ് ഇന്ത്യ. ഉണ്ടോ, അത് ടിപ്പിക്കൽ അവനൊരു പ്രതിനിധിയായിട്ട് ഇദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ്. അതായത് ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരുടെയും അല്ലെ ചെറുപ്പക്കാരായ ഇന്ത്യക്കാരുടെയും ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിന് തോന്നിയെന്ന്. ഉണ്ടോ, ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്, സർ ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. ഐ ആം നെർവസ്. I have not asked any questions in my class. I need to have confidence, but I haven't gained any confidence through my education during all these years. I am afraid to talk to my teachers. I am afraid to talk to my friends. Whenever I talk, I compare myself with the other students and their elegant dress. ഉണ്ടോ, നമുക്ക് ഒന്നും കൂടെ വരാം. The question was from a teenager. അപ്പോൾ നമ്മളുടെ പോലെ ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജിലെത്ത് ആ ഒരു 19 വയസ്സുകാരൻ്റെ ഉള്ളിലുള്ളൊരു കുട്ടി. ഹി വാസ് നെർവസ്, അവനൊരു പേടി, അവനൊരു പരിഭ്രമം. എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. കണ്ടോ, അപ്പോൾ ഇന്ത്യയിലുള്ള ഏതാണ്ട് ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരുടെയും ഒരു പ്രതിനിധിയായിട്ട് ഇദ്ദേഹത്തിന് തോന്നുകയാണ്. ദിസ് ബോയ് ബിഗാൻ സ്പീക്കിംഗ്, സർ ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. ഐ ആം നെർവസ്. ഉണ്ടോ, എനിക്കൊരു പരിഭ്രമം, എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അത്രമാത്രം ഞാനൊരു പേടി. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ ക്ലാസ്. ഞാൻ ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ആരോടും ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്, അണ്ടർലൈൻ ചെയ്യണേ, ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്, but I have not gained any confidence through my education during all these years.
അപ്പോൾ ഈ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഞാൻ ഇത്രയധികം പഠിച്ചെങ്കിലും ഒരു പക്ഷേ അവനൊരു ഹൈസ്കൂളോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയോ ആയിരിക്കാം, ഇത്രയും പഠിച്ചെങ്കിലും എനിക്ക് എന്ത് പറ്റിയില്ല, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, എനിക്കൊരു സംശയം. ഒരു ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് ടീച്ചറെ ഇതെന്താ ഒന്നും എനിക്ക് സംശയം ചോദിക്കാൻ പറ്റുന്നില്ല. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്, അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കളോടും എനിക്ക് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. വെന്നെവർ ഐ ടോക്ക് ഐ കമ്പയർ മൈസെൽഫ് വിത്ത് ദ അതർ സ്റ്റുഡൻസ് ആൻഡ് ദർ എലഗൻറ്റ് ഡ്രസ്. എപ്പോഴെങ്കിലും ഞാനൊന്ന് സംസാരിക്കാനായിട്ട് മുതിർന്നാൽ മിക്കവാറും അത് ഒരു കമ്പയർ ചെയ്യും. ഞാൻ എന്നെ അവരെയും കൂടെ അല്ലെ അവരുടെ മോടിയുള്ള വേഷത്തിൽ ഞാനൊന്ന് കമ്പയർ ചെയ്യും. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ വരുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു ആത്മവിശ്വാസക്കുറവ്, അതാണ് ഈ നെർവസ്നെസ്സിന് കാരണം. എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ചോദിക്കാൻ മടി, ക്ലാസ്സിൽ ടീച്ചേഴ്സിനോട് സംശയം ചോദിക്കാൻ മടി, കുട്ടികളോട് സംസാരിക്കാൻ മടി. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇത്രയും പഠിച്ചപ്പോൾ ഒരു പക്ഷേ പഠിത്തത്തിൽ ഇവൻ സമർത്ഥനായിരിക്കും, പക്ഷേ അവൻ നെർവസാണ്. പ്ലീസ് ടെൽ മീ ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. അവൻ്റെ ലക്ഷ്യം സാർ ആദ്യമേ തന്നെ പറഞ്ഞു സാറിൻ്റെ ക്ലാസ്സിൽ, വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്ക് നോ ഡിഫറൻസ് ഹൂ ഐ ആം വിൽ കം ടു മീ എന്ന് സാറ് പറഞ്ഞു അല്ലേ. അദ്ദേഹം പിന്നെ സാറിൻ്റെ സ്പീച്ചിൽ അങ്ങനെ തുടങ്ങി. പക്ഷേ എനിക്ക് നാളിതുവരെ ഒരു കാര്യം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല, ഒരു കാര്യം സംശയം ചോദിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. വളരെ വ്യക്തമായ ഒരു അംബീഷൻ എനിക്കുണ്ട്, മറൈൻ എഞ്ചിനീയർ. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്, കപ്പൽ യാത്ര ചെയ്യണം. ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ക്യാപ്റ്റൻ ആകണം. ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് എ ഷിപ്പ്, ഷാൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് ആർ. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ വളരെ വ്യക്തമായ വളരെ ക്ലാരിറ്റിയുള്ള ഒരു അംബീഷൻ ഈ കുട്ടിക്കുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമെങ്കിൽ പലപ്പോഴും നെർവസ് ആവണം, പേടി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? മിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എയിമിലേക്ക്, എൻ്റെ ലക്ഷ്യത്തിലേക്ക്. വാട്ട് ഷുഡ് ഐ ഡു? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me, wondering what Kalam was going to say to the sincere question of a young village boy. അവിടെ ഡിഗ്നറ്ററീസ് എന്ന വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ അതിഥികൾ, ഡയസ് DAIS, ഡയസ് വേദി. അപ്പം when the boy completed the question, കുട്ടി ഈ ചോദ്യം ചോദിച്ചതും ഫുൾ ഓഡിയൻസും അതുപോലെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളും എല്ലാവരും നിശബ്ദരായി. കാരണം എന്താ? അബ്ദുൽ കലാം ഇതിന് എന്ത് ഉത്തരമാണ് ഈ കുട്ടിക്ക് കൊടുക്കുന്നത്? കാരണം എല്ലാവരുടെയും ഉള്ളിൽ അറിയാം, എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണിത്. നമ്മൾ വളരെ സമർത്ഥരായിരിക്കും പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ മേഖലകളിൽ നമ്മൾ സമർത്ഥരായിരിക്കും. പക്ഷേ നമുക്ക് മുന്നോട്ട് വന്നൊരു കാര്യം പറയാനോ ഒരു കാര്യം തൻ്റെ അടുത്തോടുകൂടി ചെയ്യാനോ ഒരു പക്ഷെ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു ആത്മവിശ്വാസക്കുറവ്. അപ്പോൾ എനിക്കിങ്ങനെ വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ കൂടെയും എനിക്കിത് പറ്റുന്നില്ല എന്ന് ഈ കുട്ടി പറഞ്ഞപ്പം എല്ലാ കണ്ണുകളും അബ്ദുൽ കലാമിനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഇദ്ദേഹം എന്തു മറുപടി കൊടുക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം അദ്ദേഹം എന്തു മറുപടി അതിന് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. I thought of it, and breaking the silence, I said, "My dear friend, you have put the most difficult question among the many questions that I have received from millions and millions of students who I have met. I value your question. I know you are echoing the fear of many. Let me recite a beautiful poem named I Will Fly." ഉണ്ടോ? ഞാൻ പറഞ്ഞു ഓഡിയൻസ് നിശബ്ദരായി, ഡയസിലുള്ള ഡിഗ്നറ്ററീസ് എല്ലാം നിശബ്ദരായി. കാരണം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷരായിട്ടിരിക്കുകയാണ്. എന്ത് മറുപടിയാണ് ഇതിന് അബ്ദുൽ കലാമിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനുള്ളത്? സാധാരണഗതിയിൽ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളാണ് കുട്ടികൾ ചോദിക്കാറ്. പക്ഷേ ഇവിടെ ഈ ഒരു കുട്ടിയുടെ സംശയം അല്പം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഇതിന് ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണ്? മൈ ഡിയർ ഫ്രണ്ട്സ്. ആ ഒരു അഡ്രസ്സിങ് മാത്രം മതിയല്ലോ അവന് കോൺഫിഡൻസ് ഉണ്ടാകാം അല്ലേ?
My dear friends, you have put the most difficult question among the many questions that I received from millions and millions of students whom I have met. നാളിതുവരെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് മിക്കവാറും കുട്ടികളാണ്. നാടിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന സ്പീച്ചുകളിലെല്ലാം കുട്ടികളാണ് അധികവും ഓഡിയൻസായിട്ട് വരാറ്. പക്ഷേ ആ ചോദ്യങ്ങളെക്കാളെല്ലാം ഗൗരവമേറിയത് താങ്കളുടെ ഈ ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ക്വസ്റ്റ്യനാണ്. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. നിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കൂടുതൽ വിലമതിക്കുന്നു. ഏറ്റവും ഗൗരവമുള്ളൊരു ക്വസ്റ്റ്യൻ നിൻ്റെതാണ്. കാരണം ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. എക്കോ എന്ന പ്രതിധ്വനിക്കുക, അതാണ് എക്കോ എന്ന്, ഫിയർ ഓഫ് മെനി. അപ്പോൾ ആദ്യം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ദ ഇന്ത്യ, അല്ലേ? ടിപ്പിക്കൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ചെറുപ്പക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് എനിക്ക് തോന്നി ആ ക്വസ്റ്റ്യൻ. വീണ്ടും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്, എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി എന്ന് പറഞ്ഞാൽ പലരുടെയും ഒരു പ്രശ്നമാണിത്. ഏത്? ഈ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അല്ലെ ആത്മവിശ്വാസക്കുറവ്. ആ കുട്ടി അത് തുറന്നു ചോദിച്ചു, അവൻ അത്രയെങ്കിലും ആത്മവിശ്വാസമുണ്ട്. മറ്റു പലരും, അല്ലെ നമ്മൾ പലരും എന്തു ചെയ്യും? ഉണ്ടാതെ, അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മൾക്ക് സംശയമുണ്ട് ചോദിക്കാണ്ട് നമ്മളിങ്ങ് പോരും. അതിന് ഇദ്ദേഹം തുടങ്ങിയിരിക്കുന്ന നോക്കി, ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ഏൻഷ്യൻ പോം നെയിംഡ് ഐ വിൽ ഫ്ലൈ. അപ്പം ഞാൻ അതിന് അദ്ദേഹം മറുപടിയായിട്ട് കൊടുക്കുന്നത് വളരെ മീനിങ്ഫുള്ളായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ അല്ല, ബ്യൂട്ടീനേക്കാൾ ഉപരി മീനിങ്ഫുൾ. നിങ്ങൾ അതും കൂടെ ഒന്ന് ചേർത്ത് വെച്ചോ. ബ്യൂട്ടിഫുൾ ആൻഡ് മീനിങ്ഫുൾ ഏൻഷ്യൻ പോം നെയിംഡ് ഐ വിൽ ഫ്ലൈ. അതാണ് പോയത്തിൻ്റെ ടൈറ്റിൽ. അതാണ്, നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് എഴുതിയത് ഒരു 13-ാം നൂറ്റാണ്ടിലെ ഒരു ഇസ്ലാമിക് സ്കോളറുടേതാണ്. ഒരു ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ പോയമാണിത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്കൊന്ന് വരാം. ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്, ഐ എം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്, ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്, I am born with the wings. I am not meant for crawling. I have wings. I will fly. I will fly and will fly. ഇതിലും നല്ല ഒരു ആൻസർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടാവില്ല. കാരണം ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറയാൻ നമുക്കറിയാം, അണ്ടർലൈൻ ചെയ്തോ, ടാലൻസ്, നമ്മളുടെ സ്കിൽസ്, നമ്മുടെ നൈസർഗികമായ കഴിവുകളോട് കൂടിയിട്ടാണ് ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. എല്ലാവരും ഈ 8 ലൈനും ആദ്യം ഫസ്റ്റ് കാണുന്ന 4 ലൈനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല. അത് എവിടെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ലൈഫിൽ നമുക്കൊരു എനർജി കിട്ടാം. നമുക്ക് എവിടെയൊക്കെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നു, അപ്പോഴൊക്കെ ഇത് മനസ്സിലൊന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. നന്മയുടെ അല്ലെങ്കിൽ വിശ്വസ്തതയുടെ അവതാരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. വളരെ നല്ല ആശയങ്ങളോടും വളരെ നല്ല സ്വപ്നങ്ങളോടും കൂടിയിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഐ എം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. വളരെ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം, വളരെ പവിത്രമാണ് എൻ്റെ ജന്മം. ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഞാൻ ആവശ്യത്തിന് ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. എനിക്ക് ചിറകുകളും ഉണ്ടായിരുന്നു. ഐ ആം നോട്ട് മെൻ ഫോർ ക്രോളിങ്. ക്രോളിങ് എന്ന് പറഞ്ഞാൽ എഴയുന്നതിനാണ്. ക്രോളിങ് എന്ന് പറഞ്ഞാൽ CRAW അല്ലേ, ക്രോളിങ്, എഴയുന്ന സാധനം റെപ്റ്റൈൽസ് ആണ് അല്ലേ. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഉരകങ്ങൾ. ഐ ഹാവ് വിങ്സ്, ഐ വിൽ ഫ്ലൈ. ചിറകുകളുള്ളത് മിക്കവാറും പറക്കും അല്ലേ, പറക്കാനുള്ളത് തന്നെയാണ് ചിറകുകൾ കൊടുക്കാറ്. അപ്പോൾ ഇവിടെ ഐ വിൽ ഫ്ലൈ, ഐ വിൽ ഫ്ലൈ. വളരെ ചുരുക്കം ചില പക്ഷികൾ മാത്രമേ പറക്കാത്തുള്ളൂ, ബാക്കി എല്ലാ പക്ഷികളും പറക്കുന്നവ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും കൂടെ വരാം. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഞാൻ എങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്? നൈസർഗികമായ വാസനയോടുകൂടി, അല്ലെ കഴിവുകളോടുകൂടി, അല്ലെ ടാലൻസോടുകൂടി, സ്കിൽസോട് കൂടിയിട്ടാണ് എൻ്റെ ജന്മം. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. നന്മയുടെയും വിശ്വസ്തതയുടെയും ഒരു അവതാരമായിരുന്നു ഞാൻ. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. സ്വപ്നങ്ങളും ആശയങ്ങളും കൊണ്ട് സമ്പുഷ്ടമായിരുന്നു എൻ്റെ ജന്മം. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. എൻ്റെ ജന്മം
പവിത്രമാണ്, ശ്രേഷ്ഠമാണ്. ആ ഗ്രേറ്റ് എന്നൊക്കെയുള്ള വേർഡിന് നമ്മൾ അതിനപ്പുറത്തേക്കുള്ള ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ അതങ്ങനെ പറയാവുള്ളൂ. ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടു കൂടി. ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമായിരുന്നു ഞാൻ. ഐ ആം ബോൺ വിത്ത് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ചിറകുകളോട് കൂടിയിട്ടാണ് ഞാൻ ജനിച്ചിരുന്നത്. സോ ഐ ആം നോട്ട് മെൻ ഫോർ ക്രോളിങ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യരുത്, ഇഴയരുത്. കണ്ടോ, ഇത് ആർക്കുള്ള ഉപദേശം? നമുക്കെല്ലാവർക്കുമുള്ള ഉപദേശമാണിത്. ഐ ഹാവ് വിങ്സ്, ഐ വിൽ ഫ്ലൈ, ഐ വിൽ ഫ്ലൈ, ഐ വിൽ ഫ്ലൈ. കണ്ടോ, ഇത് നമ്മൾ തീർച്ചയായിട്ടും പറന്നിരിക്കണം. നമ്മുടെ യങ് ബേർഡിനെ പോലെ, നമ്മുടെ സീഗളിനെ പോലെ പേടിച്ച് അവിടെ പൊത്തി കയറി ഒളിച്ചിരിക്കരുത്. പറക്കണം. പറക്കാനുള്ളതാണ് നമ്മുടെ ജന്മം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഉയരെ പറക്കണം. ലക്ഷ്യത്തിലെത്തും വരെ നമ്മൾ പറന്നിരിക്കണം. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ ക്യാൻ ബി യുണീക്ക്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇനി വരുന്നതെല്ലാം യുണീക്ക് എന്നൊരു പുതിയ ടേം നിങ്ങളിതുവരെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. UNIQUE, യുണീക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനാണ്. ഞാനല്ല മറ്റൊരാൾ. അപ്പോൾ പിന്നെ മറ്റൊരാളെ പിന്നെ എങ്ങനെ എനിക്കാവാൻ പറ്റും? അല്ലേ? അമിതാഭ് ബച്ചനെ പോലെ പിന്നെ രജനീകാന്തിനാവാൻ പറ്റില്ല, കാരണം അത് വേറെ വ്യക്തി, ഇത് വേറെ വ്യക്തി. KS ചിത്രയെ പോലെ PT ഉഷയ്ക്ക് ആവാൻ പറ്റിയല്ല, കാരണം അത് വേറെ വ്യക്തി, ഇത് വേറെ വ്യക്തി. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ അയാളെ പോലെയാവും? ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ ക്യാൻ ബി യുണീക്ക്. ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 million യൂത്ത് ഇൻ എ ഡീക്കേഡ്സ് ടൈം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോ. 10 years. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് 15 million, 1 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷമാണ്. അങ്ങനെ 10 ലക്ഷം വരെ ഞാനിതുവരെ കണ്ടു. ഐ ലേൺ എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. ഞാൻ ഒരു കാര്യം നിങ്ങൾ തർപ്പിച്ച് പറയുന്നു, എവറി യൂത്ത്, ഒരാളെ പോലെ ആകാൻ ശ്രമിക്കല്ലേ. ആ ആളാകെ അല്ലേ. നമുക്ക് പാട്ടുകാർ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ ഒരാളുടെ ശബ്ദവും മറ്റൊരാളുടെ ശബ്ദവും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാൾ ആ ആളായി തന്നെ മാറണം. യേശുദാസ് തന്നെ മാത്രമേ പറ്റുള്ളൂ. പിന്നെ MG ശ്രീകുമാറിന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് രണ്ടും ഒരാൾ എനിക്ക് യേശുദാസ് ആവണമെന്നല്ല പറഞ്ഞു, എനിക്ക് നല്ല പാട്ടുകാരനാണെന്നേ പറയാൻ പറ്റുള്ളൂ. എസ് ജാനിയുടെ സൗണ്ടല്ല KS ചിത്രയ്ക്ക്. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ അതിന് പെർഫെക്ഷൻ കൊടുക്കാനേ പറ്റുള്ളൂ. ഐ ലേൺ എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഈസ് യു. ആ യു അദ്ദേഹം ക്യാപിറ്റൽ ലെറ്ററാണ് വന്നിരിക്കുന്നത് കണ്ടോ. YOU, ഓരോന്നും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉള്ളിലെ നീയായിട്ട് നീ കത്തി ജ്വലിക്കണം. നീയാകുന്ന നക്ഷത്രമായിട്ട് നീ ജ്വലിക്കണം. ബട്ട് ദ വേൾഡ് അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവരിബഡി എൽസ്. നിൻ്റെ ചുറ്റുമുള്ള ലോകം മുഴുവനും രാവും പകലും എന്നെ നിന്നോട് എന്തായി തീരാൻ പറയും? മറ്റുള്ളവരെ പോലെ ആയിത്തീരെ എന്ന് പറയും. ഇൻ ഹോം യുവർ ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പേരൻസ് ടു ബി ലൈക്ക് ദ നെയ്ബേഴ്സ് ചിൽഡ്രൻ ഫോർ സ്കോറിങ് ഗുഡ് മാർക്ക്. അതാണ് ചുറ്റുമുള്ളവരെന്ന് പറഞ്ഞാൽ. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും, നാട്ടിലാണെങ്കിൽ പലരും, നമുക്ക് വേണ്ടപ്പെട്ട പലരും. ഇനി സ്കൂളിൽ ചെന്നാൽ ടീച്ചേഴ്സ്. എന്താ പറയുക, മറ്റവരെ പോലെ ആയിക്കൂടെ അല്ലേ? നിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലെ കുട്ടിയെ നോക്കിക്കുക, അവൻ എന്ത് മിടുക്കനായിട്ട് പഠിക്കുന്നു, അവന് മാത്സിന് ഫുള്ള്, കെമിസ്ട്രിക്ക് ഫുള്ള്, ഫിസിക്സിന് ഫുള്ള്, ഇംഗ്ലീഷിന് ഫുള്ള്. നീയും ആ സ്കൂളിൽ തന്നെയാണല്ലോ പോകുന്നത്. കണ്ടോ, അപ്പോൾ കമ്പാരിസൺ വന്നു കഴിഞ്ഞു അല്ലേ? ഇനി നാട്ടിൽ നടന്നല്ലോ, അവിടെ ഇത് തന്നെ. വെൻ യു ഗോ ടു സ്കൂൾ യുവർ ടീച്ചർ സെസ് വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദ ക്ലാസ്. നിനക്ക് എന്തേ ആദ്യത്തെ 5 റാങ്കിലായിക്കൂടാ? ഈ ഒരു ചോദ്യം PT ഉഷയോട് ചോദിച്ചിരുന്നെങ്കിൽ ക്ലാസ്സിലിരുന്ന് ആ കുട്ടിയെ കൊണ്ട് പറ്റുമായിരുന്നോ? ഒരു ഇന്ത്യൻ ഒളിമ്പിക് വിന്നറാവാൻ പറ്റുമായിരുന്നോ? പറ്റില്ല. കാരണം എന്താ? അവളുടെ കാലുകളിലായിരുന്നു ചിറകുകൾ. ഐ ആം ബോൺ വിത്ത് വിങ്സ്, അത് കാലിലായിരുന്നു ചിറക്. അപ്പം ഓരോരുത്തരുടെയും ചിറകുണ്ട്, അത് എവിടെയാണെന്ന് അവനവൻ തന്നെ കണ്ടുപിടിക്കുക. യു ബിക്കം ഫസ്റ്റ്, വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദ ക്ലാസ്. wherever you go, people say you have to be somebody else or everybody else. Now, dear young friends, how many of you would like to be unique yourself? അല്ലേ? ഇപ്പോൾ സ്കൂളിൽ ചെന്ന ടീച്ചേഴ്സ് പറയും ആദ്യത്തെ 5 റാങ്ക് ആവണം. വീട്ടിൽ പേരൻസ് പറയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ പോലെ ആവണം. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല, കാരണം ഇപ്പുറത്തുള്ളവരൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്, നീ എന്താ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിക്കും. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആരും നമ്മളെയല്ല മനസ്സിലാക്കുന്ന, പകരം മറ്റുള്ളവരെ പോലെ ആയി തീരാനാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. അതല്ല വേണ്ടത്. പിന്നെ എന്ത് വേണം? യു വാണ്ട് ടു ബി എ യുണീക്ക് യു. നീയായി തീരെ.
നീ എന്ന PT ഉഷയാണെങ്കിൽ അതായിത്തീരുക. കാലിലാ ചിറകെങ്കിൽ അതിന് പാടാൻ പറ്റില്ല, KS ചിത്രയാകാൻ പറ്റില്ല. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളാണ് നമ്മളിലെ അഭിരുചികൾ. അപ്പം അവിടെ ആ പൊട്ടൻഷ്യൽ എന്നുള്ള നമ്മുടെ ഒന്നും കൂടെ നല്ലൊരു വേർഡ് അഭിരുചി, ഓരോരുത്തരുടെ ടാലൻസ്. ദ ചലഞ്ച്, my dear young friends, is that you have to fight the hardest battle which any human being can ever imagine. Never stop fighting until you arrive your destined place that is a unique you. The hardest battle നമുക്കറിയാം, യുദ്ധം അല്ലേ? അപ്പം നിൻ്റെ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ. എവിടെ എത്തണം? നമ്മുടെ യുദ്ധം എന്ന് പറഞ്ഞ ഒരു നെവർ സ്റ്റോപ്പിംഗ് ആയിട്ടുള്ള യുദ്ധമാണ്. കാരണം നമ്മളാ പറയുന്ന ആ യുണീക്ക് യു, നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു അഭിരുചി എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, നിൻ്റെ സ്കിൽസ്, നിൻ്റെ പൊട്ടൻഷ്യൽ, നിൻ്റെ ടാലൻസ് തിരിച്ചറിഞ്ഞ് നീ എന്നുള്ള ആ ഒരു ഏറ്റവും പോളീഷ്ഡ് ആയിട്ടുള്ള നീ കണ്ടുപിടിച്ച് അതിൽ നിൻ്റെ ചിറകുകൾ കൊണ്ട് നീ വിരിഞ്ഞ് മാനം മുട്ടേ പറക്കട്ടെ. ആ യുണീക്ക് യു എൻ്റെ ചെയ്തേക്കണം അങ്ങനെയാണ്. അപ്പം അതാണ് ശരിക്കുള്ള നീ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ യുണീക്ക് യു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, വളരെ മീനിങ് ഒരു 2 വേർഡ്സാണ് അല്ലേ? അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ, മീനിങ് ഒരു സ്പീച്ചാണിത്. ഇത് നിങ്ങൾ ഇതിനകത്ത് പല ഭാഗങ്ങളും കാണാതെ പഠിക്കണം. ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ലൈൻസ് കാണാതെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഐ ആം ബോൺ വിത്ത് വിങ്സ്, ഞാൻ പറഞ്ഞു ആ വിങ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ വിങ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്കിൽസ്, നമ്മുടെ ടാലൻസ്, നമ്മുടെ അഭിരുചികൾ, നൈസർഗികമായ കഴിവുകൾ, ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ വിങ്സ്. അപ്പോൾ ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന് പറഞ്ഞു, ഇതാണ് സംഭവം. ഇനി നല്ലപോലെ ലെസൺ ഒന്ന് വായിച്ച് പഠിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.